നഴ്സിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ നഴ്സിംഗിൽ തന്നെ എത്ര കാറ്റഗറി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സ് ഏതാണെന്നോ ഒന്നും അറിയാണ്ട് നഴ്സിംഗിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരു സ്റ്റാഫ് നഴ്സ് ആകാൻ നിങ്ങൾ തയ്യാറെടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക, കുറെ സാക്രിഫൈസ് ഒക്കെ ചെയ്യണം. കുറെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾ അതിനെ അഡോപ്റ്റ് ആവണം എന്നൊക്കെയുള്ള പല രീതിക്കുള്ള സംഭവങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടപ്പോഴെ തന്നെയാണ് കേട്ടോ. ഹായ് ഹലോ, ദിസ് ഇസ് അനശ്വര തേജ്കിരൺ ആൻഡ് ദിസ് വീഡിയോ അബൌട്ട് മൈ നഴ്സിംഗ് ജേർണി. അതെ, ഞാൻ എങ്ങനെയാണ് നഴ്സിംഗിലേക്ക് എത്തിപ്പെട്ടതെന്നും ഞാൻ എന്താ പറയുക എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയെന്നും ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നഴ്സിംഗിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ +1 +2 ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജി സയൻസ് ആയിരുന്നു. ബയോളജി സയൻസിൽ നിങ്ങൾക്ക് മാത്സും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബയോളജി സയൻസ് എടുത്തതും. ബട്ട് എനിക്ക് സയൻസ് ഇഷ്ടമല്ല. എനിക്ക് ആർട്ട് എനിക്ക് എന്താ പറയുക ആർട്ട്, ഡാൻസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ബിസിനസ് ഈ ഒരു മേഖലയിലാണ് താല്പര്യം. ബട്ട് എല്ലാവരുടെയും പോലെ തന്നെ പാരൻസിൻ്റെ ഒരു എന്താ പറയുക പുഷിങ് കൊണ്ട് നീ അത് നഴ്സിംഗ് തന്നെ എടുക്കണം എന്നുള്ള രീതിക്ക് വന്നപ്പോൾ നഴ്സിംഗ് എടുത്തതാണ് ഞാൻ. ബട്ട് ഞാൻ എടുത്തത് BSc നഴ്സിംഗ് ആണോ GNM ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2017 +2 പാസ് ഔട്ട് ആയി. 2017 തന്നെ ഞാൻ ഇതേപോലെ എന്താണ് എടുക്കേണ്ടത്, നഴ്സിംഗിൽ എന്താണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നഴ്സിംഗാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ സയൻസ് വിഷയത്തിൽ എന്താ എടുക്കേണ്ടത് എന്നുള്ളത് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് നഴ്സിംഗിന് ആ ഒരു ടൈമിൽ നല്ല കുറേ എക്സാംസ് ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ഞാൻ എഴുതിയ എക്സാംസ് എന്തൊക്കെ, ഞാൻ എയിംസ് എഴുതിയിട്ടുണ്ട്, ജിഗ്മർ എഴുതിയിട്ടുണ്ട്, നഴ്സിംഗിൻ്റെ അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് എന്താണെന്ന് അറിയില്ല, ഞാൻ റാങ്ക് ലിസ്റ്റ് കുറച്ച് താഴെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതേപോലെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഡിപ്ലോമയിൽ നഴ്സിംഗ് ഉണ്ട്, അതിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി ഡിപ്ലോമയിൽ നഴ്സിംഗ് ഉണ്ടോ. അപ്പോൾ ഞാൻ കുറേ അതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് വേറെ കോഴ്സസിനെ പറ്റിയിട്ട് അന്വേഷിക്കാനുള്ളൊരു ഇതുണ്ടായിട്ടില്ല. കാരണം എൻ്റെ മുന്നിൽ നഴ്സിംഗ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ആ നഴ്സിംഗ് എടുക്കണം എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ എന്ത് നഴ്സിംഗ് ഞാൻ ആലോചിക്കേണ്ട ഇത് വന്നില്ല. ഞാൻ ഈ നഴ്സിംഗ് തന്നെ ഓക്കെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഓക്കെ ഞാൻ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനത് കൊടുത്തു. 2017 സെപ്റ്റംബർ ടൈമിൽ എനിക്കൊരു കോൾ ലെറ്റർ വന്നു, ഇതുപോലെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ഉണ്ട് പോണ്ടിച്ചേരി തെരേസ കോളേജിൽ, നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യണം. ഇതേ സമയത്ത് തന്നെ ഈ ചൈനയിൽ പോയി നഴ്സിംഗ് പഠിക്കാം, നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാൻ എന്നുള്ള ഇഷ്ടംപോലെ കോഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. എനിക്കത് നോക്കേണ്ടി വന്നില്ല, കാരണം എനിക്കൊരു ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് കോൾ ലെറ്റർ വരുന്നത് കൗൺസിലിങ്ങിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ പാരന്റുമായിട്ട് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച്, അതായത് എൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് എനിക്ക് കിട്ടിയത് GNM ആയിരുന്നു, ഡിപ്ലോമ നഴ്സിംഗ്, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. അതൊരു 3 ഇയേഴ്സ് കോഴ്സ് ആണെന്നും നിങ്ങൾക്ക് സെയിം ഇതേപോലെ തന്നെ BScന്റെ വാല്യൂ ഉണ്ടാവുന്നു, നിങ്ങൾ പ്രാക്ടിക്കൽ സ്കില്ലുള്ള നഴ്സായിട്ടാണ് നിങ്ങൾ മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൗൺസിലിംഗ് ഒക്കെ അവർ തന്നു. നിങ്ങൾക്ക് ഈ ഒറ്റ സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ള കുട്ടികൾ കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ANM മാത്രമേ, അതായത് ആക്സിലറി നഴ്സ് മിഡ്വൈഫിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ചാൻസസ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അമ്മേനെ നോക്കി, അമ്മ എന്നെ നോക്കി, ഞാൻ വീണ്ടും അമ്മേനെ നോക്കി. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചു. ഉള്ളത് നിങ്ങൾ 5 മിനിറ്റ് ആലോചിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് ആലോചിച്ചു. കാരണം ഞാനിപ്പോൾ GNM എടുത്തു കഴിഞ്ഞാൽ, അതായത് ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സും കൂടി ഞാൻ പഠിച്ചാൽ ഓക്കെ ഞാൻ BSc നഴ്സിംഗ് ആവും. ബട്ട് ഇതേ ഞാൻ ANM എടുത്തു കഴിഞ്ഞാൽ ANM 2 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇയർ വർക്ക് പോയി, പിന്നെ GNM എടുത്ത് പിന്നെ വർക്ക് പോയി, ഞാൻ പിന്നെ 2 വർഷം BSc എടുക്കണം. അതായത് 2 + 3 + 2 ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ഞാൻ BScക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. ഓക്കെ വേണ്ട, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ബിക്കോസ് ഗവൺമെന്റ് സീറ്റാണ്, ഞങ്ങളുടെ സാഹചര്യം കുറച്ച് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലായതുകൊണ്ട് ഐ ചൂസ് GNM. അങ്ങനെ എന്നെ അവിടെ ആക്കി എൻ്റെ അമ്മ വീട്ടിൽ പോയി. ഞാൻ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഒരു കോഴ്സിന്, ആ ഒരു കോളേജിൽ, ആ ഒരു ക്ലാസ്സിൽ, അതായത് ആ ഒരു ഇതിൽ ഞാൻ മാത്രമേ ഒരു മലയാളി കുട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അതർ സ്റ്റേറ്റ്സ് ആണ്, അതായത് അവിടുത്തെ പോണ്ടിച്ചേരിയുടെ കുട്ടിയാണ്, തമിഴ്സ് ആണെന്നൊക്കെ. വേറെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ എന്തായാലും ചേർന്ന് പോയി. എൻ്റെ അമ്മ ഫീസും അടച്ചു. കുട്ടികളുമായിട്ട് മിങ്കിളാകാൻ പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മിങ്കിളായി. എനിക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് പ്രശ്നം ഉണ്ടായത് സ്റ്റഡീസ് വൈസും എൻ്റെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് വൈസും എനിക്ക് നല്ല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായി. മൈഗ്രെയിനൊക്കെ ഏറ്റവും പീക്ക് ലെവലിൽ പോയ സമയമായിരുന്നു അത്. എൻ്റെ ഹെൽത്ത്, അതായത് ജസ്റ്റ് ഫുഡിന്റെ പ്രോബ്ലം, ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്, ഫുഡിന്റെ പ്രോബ്ലം, ഒരു എന്താ പറയുക ഹോസ്റ്റലിൽ തന്നെയായാലും നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ പാടില്ല, ഇങ്ങനെയൊക്കെ പാടില്ല, 100 റൂൾസ് അതിന്റെ കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ ഒബേ ചെയ്യണം. കോളേജിലും ഒരു 10,000 റൂൾസ് അത് ഞങ്ങൾ ഒബേ ചെയ്യണം. ഇതൊക്കെ എനിക്ക് മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി. അതുകൂടാണ്ട് ഒരു 1 മന്ത് കൊണ്ട് ഓൾമോസ്റ്റ് 10 to 15 kg ഞാൻ ഡ്രോപ്പ് ആയി. ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ മാം ഒരു നോട്ട് ചെയ്തു, അനശ്വര നീ ഇങ്ങനെ വെയിറ്റ് ലൂസായി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ അതൊക്കെ കടന്നുപോയി, പല രീതിയിലുള്ള സാക്രിഫൈസ് ഒക്കെ ചെയ്ത് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം അറിയോ, ഞാൻ പറഞ്ഞ അവർക്കോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അവർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് വൈസും ഒക്കെ ഞാൻ അവർ എന്നെ വാങ്ങി വല്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയുക നാണം കെടുത്തിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, അങ്ങനെ പലതുണ്ടായിട്ടുണ്ട്. ഞാനൊന്നും കാര്യമാക്കിയില്ല. ബിക്കോസ് എനിക്ക് 3 വർഷം ഇങ്ങനെ കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ഇതിനേക്കാൾ വേഴ്സ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയോ? ഞാനവിടെ ജോയിൻ ചെയ്ത 3 മന്ത്സിന്റെ ആ ഒരു ടൈം പീരീഡിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവുന്നത്. അത്രയും കാലം എനിക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ പേടിയുള്ള ഞാൻ എന്റെ പോസ്റ്റിംഗിൽ ആ പേടിയൊക്കെ മരിച്ചു. ബിക്കോസ് ഫസ്റ്റ് വന്നതേ ഒരു ആക്സിഡന്റ് കേസാണ്, അതുകൊണ്ട് അത് പോയി. ഇതിലും വേസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരു 3 മന്ത്സ് മാത്രമുള്ള മാം എന്റെ ബിഹേവിയർ വേസ്റ്റ് ആണെന്നും വേസ്റ്റ് ക്യാരക്ടർ ആണെന്നും നീ ഒരു വേസ്റ്റ് എന്താ പറയുക സ്റ്റുഡന്റ് ആണെന്ന് വരെ എന്നെ അവർ പറഞ്ഞു. ബിക്കോസ് എന്നെ വിലയിരുത്തി. എനിക്കുണ്ട് ഐ റെപ്രസെന്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ഞാനെന്നൊരു വ്യക്തി ഇപ്പൊ അവർ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് അവർ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തിനെയാണ്. ബിക്കോസ് ഞങ്ങൾ മലയാളീസിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഞാൻ എപ്പോഴും അതെപ്പോഴും എന്താ പറയുക ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാൻ അത്രയും നോക്കും. എവിടെയും ഞാൻ എന്റെ ഒരു സ്വഭാവം കൊണ്ട് മലയാളീസ് ഒക്കെ ഇങ്ങനെ കേരള ആൾക്കാർക്ക് ഇങ്ങനെ അടുത്ത പക്കത്തൊക്കെ ഇങ്ങനെയൊക്കെ അവന് പറയാൻ പാടില്ല. ഞാനത് ഒരു സ്റ്റേറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ എന്റെ മൈൻഡിലുള്ളതുകൊണ്ട് ഞാൻ അത്രയും നല്ല രീതിക്ക് നോക്കി ചെയ്യുന്നത്. ബട്ട് ഒരു മാമെ അത് 3 മാസം എന്നെ കണ്ടിട്ടുള്ള മാമിനോട് എനിക്ക് സംസാരിക്കില്ല. ആ മാം എന്നോട് പറയാം, നീ ഒരു വേസ്റ്റ് ചിൽഡ്രൻ, ആ വേസ്റ്റ് സ്റ്റുഡന്റ്, നിന്റെ ബിഹേവിയർ വളരെ വേസ്റ്റ് ആണ്. എനിക്ക് കാര്യമാണോ ചിരിക്കണോ ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ, അത് കുറച്ച് പ്രശ്നമായി. ഞാനവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് എന്നെ കൊണ്ട് താങ്ങുന്നതിന് കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞു ആൻഡ് എക്സാംസും കഴിഞ്ഞു. ഞാൻ 3 ഇയേഴ്സ് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ പാസ്സായിട്ട് പുറത്തു വന്നു. അതായത് ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ട് ഞാൻ പുറത്തു വന്നു.